ഗിരി ആ 2 minutes. കോഫി കുടിക്കാൻ പോയാലോ? ആ ശരി, ആ വാ പോവാം. എന്താ സാർ വൈകുന്നേരം പാർട്ടി കൊടുക്കുന്നുണ്ടോ? നിന്നോട് നല്ല ബഹുമാനമാണല്ലോ. എന്താ പാർട്ടി? പാർട്ടി തരാന്നൊക്കെയാണല്ലോ പറഞ്ഞേ. നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അവൻ എന്താ ചോദിച്ചു, ഞാനും വെറുതെ അങ്ങ് പറഞ്ഞു. പിന്നെന്താ, വീട്ടിലെല്ലാം ഓക്കെ തന്നെയല്ലേ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അതൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ. അതുപോലെ നീയും ആ ഓർമ്മകളിൽ തന്നെയാണോ എന്നാ? നെവർ. എൻ്റെ ഭാര്യ ഒരു മഹാലക്ഷ്മിയാടാ. അറിവ് കൊണ്ടും ഗുണം കൊണ്ടും അഭിമാനം കൊണ്ടും ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് ഗേൾ. അത് ശരി. പിന്നെ നിന്റെ ഭാര്യ? എന്നെ പറ്റി എന്താടാ? നിന്റെ ഭാര്യയെക്കുറിച്ച് പറയടാ. അവളെ പറ്റി ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? ഗിരീഷ് സാർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ആ പോവാം, ഒരു 5 മിനിറ്റിൽ. പോടാ, പോയി വഴക്ക് വാങ്ങിച്ചിട്ട് വാ. ഇവനെന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുമില്ലല്ലോ അല്ലേ? ഇതാണ് കറക്റ്റ് സമയം. അങ്ങനെ ജാൻസി വരുന്നു ചേട്ടാ. ആ പറയൂ. നല്ല ക്ഷീണമുണ്ട്, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ശരി, ഇതാ കൊണ്ടുവരാം. എല്ലാം കഴിഞ്ഞോ? അവന്റെ കാര്യം ഇതോടെ കഴിഞ്ഞോ? എന്നവൻ നല്ലതുപോലെ പെട്ടു. എന്തുപറ്റിന്ന് പറയ്. എന്താ ഇങ്ങനെ കാണിക്കുന്നേ? എന്താ വിയർക്കുന്നേ? ശരി, എന്തിനാ ചിരിക്കുന്നേ? നമ്മുടെ ശ്യാമില്ലേ, അവല്ലേ എന്റെ ഫ്രണ്ട്. അവന്റെ വൈഫ് ദേവതയെ പോലെയാണെന്ന്, അപ്സരസ് ആണെന്ന് പറഞ്ഞേ. എന്തൊക്കെയോ പറയുന്നുണ്ട്. അവനുണ്ട് ഇന്ന് നല്ലൊരു പണി. എന്തെങ്കിലും പണി ഒപ്പിച്ചോ? സേഫ്റ്റീസ് വെച്ചിട്ടുണ്ട്, അതും അവന്റെ ഫോണിൽ. അവളെങ്ങാൻ അത് കണ്ടു കഴിഞ്ഞാ ഇതെന്താ കഥയെന്ന് ചോദിക്കും. അപ്പൊ അവന്റെ അവസ്ഥയുണ്ടല്ലോ, അയ്യോ ഇന്നെന്തായാലും അവനുണ്ട്. അടിയോട്ടടി ഇന്നവനെ ശരിക്കും കിട്ടും. ഇന്നവന്റെ അഹങ്കാരം തീരും. എന്താ നിങ്ങൾ ഇത്രയും കുഴുത്തുരുമ്പായി പോയേ? എന്നോട് എന്തെങ്കിലും ബിൽഡപ്പ് കാണിച്ചാ അവന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. എനിക്ക് ഒരുപാട് ടെൻഷൻ ആവും. അതൊക്കെ വീട് പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ആ ശരി ഇപ്പൊ വരാം. ചുമ്മാ പറഞ്ഞ വിടുക. അയ്യോ, എന്താ ഇങ്ങനെ ആയത് ഇങ്ങനെ? ഡേയ്, ഇന്നലെ എന്തെങ്കിലും? അത് ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഉള്ളിൽ പോയിട്ട് വരാം. ഓക്കെ. ശിവരുത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്റെ കഴി തറക്കുക. ഇവനോട് ഇപ്പൊ എങ്ങനെ ചോദിക്കാനാ? ഇത്രയ്ക്കും സൈലന്റ് ആണല്ലോ അവൻ. അപ്പൊ ഒന്നും ആയിട്ടില്ല. എന്നോട് ഒന്നും ചോദിച്ചില്ലല്ലോ. ഇവന്റെ മൊബൈൽ ചെക്ക് ചെയ്യണം.
സേഫ്റ്റി പാക്കറ്റ് കാണുന്നില്ലല്ലോ. അപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്റെ മുഖത്തൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ശരി, അടുത്ത തവണ നോക്കാവനെ.